അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ കഷ്ടകാലമാണ്. അദ്ദേഹത്തെ എപ്പോഴും പിന്തുണച്ചിരുന്ന മാഗ ബേസ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യവുമായി അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരുന്ന പ്രമുഖ ക്യാമ്പയിനർമാർ ട്രംപിനെ പരസ്യമായി കൈയൊഴിയുകയാണ്. അമേരിക്കൻ വലതുപക്ഷം പൂർണ്ണമായും ട്രംപിനെ ഒഴിവാക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അമേരിക്കയ്ക്ക് പകരം ഇസ്രായേൽ ഫസ്റ്റ് എന്ന പോളിസിയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് എന്ന വിമർശനം വലതുപക്ഷത്ത് വളരെ ശക്തമാണ്. ട്രംപിൻ്റെ ക്യാമ്പയിനുകൾ നിയന്ത്രിച്ചിരുന്നത്, ട്രംപിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയത്, ട്രംപിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചതിൽ ഇത്തരം ആളുകളുടെ പങ്ക് നിസ്തുലമാണ്. ടക്കർ കാൾസൺ ഒരു കാലത്ത് ട്രംപിൻ്റെ വലിയ അനുയായിയായിരുന്നു. ട്രംപിന് വേണ്ടി നിരന്തരം ക്യാമ്പയിനുകൾ നടത്തിയ ആളാണ് ടക്കർ കാൾസൺ. ട്രംപിനെ അനുകൂലിച്ചതിൽ, പിന്തുണച്ചതിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുകയാണ്, മാപ്പപേക്ഷിക്കുകയാണ് ടക്കർ കാൾസൺ. അർണബ് ഗോസ്വാമി നരേന്ദ്രമോദിക്കെതിരെ തിരിയുന്നത് പോലെയാണ് ടക്കർ കാൾസൺ ട്രംപിനെതിരെ തിരിയുന്നത്. ട്രംപിൻ്റെ പ്രധാന കുഴലൂത്തുകാരനായിരുന്നു ടക്കർ കാൾസൺ. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ച ആ യുദ്ധം അനാവശ്യമാണെന്നും അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ലെന്നും ഇസ്രായേലിൻ്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും സയനിസ്റ്റ് താല്പര്യം സംരക്ഷിക്കാനാണ് ഈ യുദ്ധമെന്ന് പരസ്യമായി നിലപാടെടുത്ത ആളാണ് ടക്കർ കാൾസൺ. അമേരിക്കയുടെ ഇസ്രായേൽ അംബാസഡറായ മൈക്ക് ഹാക്കബിയുമായി വിശദമായ ഒരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി ടക്കർ കാൾസൺ. വളരെ വിവാദമായ ഒരു അഭിമുഖമായിരുന്നു അത്. സയനിസ്റ്റ് അടിസ്ഥാന ആശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ടക്കർ കാൾസൺ നടത്തിയ ആ അഭിമുഖം വലിയ രീതിയിൽ ജനശ്രദ്ധ നേടിയിരുന്നു. മില്യൺ കണക്കിന് വ്യൂസ് കിട്ടിയ ഒരു അഭിമുഖമായിരുന്നു അത്. മുമ്പ് ട്രംപിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട്, മാപ്പപേക്ഷിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പുതിയ പോഡ്കാസ്റ്റിലാണ് തൻ്റെ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. നമ്മുടെ മനസാക്ഷിയോട് തന്നെ കലഹിക്കേണ്ട ഒരു നിമിഷമാണിത്. ഇതിൻ്റെ പേരിൽ ദീർഘകാലം ഞാൻ വേട്ടയാടപ്പെട്ടേക്കാം. ജനങ്ങളെ തെറ്റായ വഴിക്ക് നയിച്ചതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. അത് മനഃപൂർവ്വമായിരുന്നില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അമേരിക്കയിൽ ഇപ്പോൾ രൂപപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഖേദം പ്രകടിപ്പിക്കേണ്ടതും തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കേണ്ടതുമാണെന്നാണ് ടക്കർ കാൾസൻ്റെ പക്ഷം. ടക്കർ കാൾസൺ എടുത്ത ഇസ്രായേൽ സയനിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ കൊണ്ടാണ് ഇസ്രായേൽ 10 ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് പുറത്തിറക്കിയപ്പോൾ അതിൽ ടക്കർ കാൾസൺ ഇടം പിടിച്ചിരുന്നു. നിരവധി ചർച്ചകൾ തകർത്ത ഇസ്രായേലിൻ്റെ നടപടിയെ അദ്ദേഹം പരസ്യമായി ചോദ്യം ചെയ്തിരുന്നു. സയനിസ്റ്റുകൾ ക്രിസ്ത്യാനികളോട് പുലർത്തുന്ന സമീപനത്തെ, വിദ്വേഷത്തെ തുറന്ന് എതിർക്കുന്ന ആളാണ് ടക്കർ കാൾസൺ. ബെഞ്ചമിൻ നെതന്യാഹു ഒരു വർഷത്തിൽ പലതവണ വൈറ്റ് ഹൗസ് സന്ദർശിച്ചുകൊണ്ട് അമേരിക്കൻ പോളിസി അട്ടിമറിക്കുന്നു എന്ന കടുത്ത വിമർശനമാണ് ടക്കർ കാൾസൺ നിരവധി തവണ ഉന്നയിച്ചിട്ടുള്ളത്. ട്രംപിൻ്റെ മാഗ ബേസ് ഇപ്പോൾ അമേരിക്കയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്.